അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. എല്ലാവർക്കും സവിനയം നമസ്കാരം. സഹസ്രനാമ പഠനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഗംഭീര ഗഗനാന്തസ്ഥ എന്നിങ്ങനെയുള്ള ഭാഗമാണ് ഇന്ന് നാം ആരംഭിക്കുന്നത്. ചൊല്ലി നോക്കാം. ഗംഭീര എന്ന ആദ്യത്തെ നാമം, പിന്നീട് ഗഗന അന്തസ്ഥ, ഗഗന അന്തസ്ഥ, ഗഗന അന്തസ്ഥ, ഗർവിത, ഗാനലോലുപ, ഗാനലോലുപ, കൽപ്പനാരഹിത, കൽപ്പനാരഹിത. അതായത് അവിടെ ഒരു ആകൃതി, ഒരു രൂപം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ കൽപ്പനാരഹിത, രൂപമില്ലാത്ത, രൂപരഹിത എന്ന് നിലയ്ക്കുക. അപ്പോൾ കൽപ്പനാരഹിത എന്ന് വായിക്കരുത്, അവിടെ ശ്രദ്ധിക്കുക. കൽപ്പനാരഹിത എന്നാണ്, അവിടെ അകാരം ഇടയിൽ വരുന്നില്ല. കൽപ്പനാരഹിത. പിന്നീട് കാഷ്ഠ, കാഷ്ഠ ശ്രദ്ധിച്ചുച്ചരിക്കണം. കാഷ്ഠ എന്നാണ്, ഠ എന്ന് കഴിഞ്ഞിട്ട് ഠ എന്നാണ് അക്ഷരം. പിന്നെ അകാന്ത. അപ്പോൾ ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ കൽപ്പനാരഹിത കാഷ്ഠ ആകാന്ത, കാഷ്ഠ എന്നും അകാന്ത എന്നും രണ്ട് നാമങ്ങൾ കൂടിച്ചേരുമ്പോൾ കാഷ്ഠ ആകാന്ത കാന്താർദ്ധവിഗ്രഹ, കാന്ത അർദ്ധവിഗ്രഹ, അവിടെ കാന്താർദ്ധവിഗ്രഹ. പിന്നെ കാര്യകാരണ നിർമുക്ത, കാര്യകാരണ നിർമുക്ത, കാര്യകാരണ നിർമുക്ത, കാമകേളി തരംഗിത, കാമകേളി തരംഗിത, കാമകേളി തരംഗിത, കാമകേളി തരംഗിത, കനത് കനകതാടങ്ക, കനത്ത് കനകതാടങ്ക, കനത് കനകതാടങ്ക, ലീലാവിഗ്രഹധാരിണി, ലീലാവിഗ്രഹധാരിണി, ലീലാവിഗ്രഹധാരിണി. പിന്നെ അജാ എന്ന നാമം, ക്ഷയവിനിർമുക്ത. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കണം, അജാക്ഷയ എന്നാവരുത്. അജാ എന്നൊരു നാമം കഴിഞ്ഞ് ക്ഷയവിനിർമുക്ത എന്നാണ്. അപ്പോൾ അജാക്ഷയവിനിർമുക്ത. ഇനി മുഗ്ധ അടുത്ത നാമം, അത് കഴിഞ്ഞ് ക്ഷിപ്രപ്രസാദിനി, ക്ഷിപ്രപ്രസാദിനി എന്നാണ്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുക, അജാ ക്ഷയവിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി എന്നാണ് ആ ശ്ലോകത്തിൽ വരുന്ന നാമങ്ങൾ. മുഗ്ധാക്ഷി എന്നൊന്നും ആയി പോരുത്, അപ്പോൾ പിന്നെ ബാക്കി ചൊല്ലാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ അല്ല, അവിടെ നാമം അജാ ക്ഷയവിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി എന്നാണ്. അന്തർമുഖ സമാരാധ്യ, അന്തർമുഖ സമാരാധ്യ, അന്തർമുഖ സമാരാധ്യ, ബഹിർമുഖ സുദുർലഭ, ബഹിർമുഖ സുദുർലഭ, ബഹിർമുഖ സുദുർലഭ. ത്രയീ എന്നൊരു നാമം, ത്രിവർഗനിലയ എന്നടുത്ത നാമം, ത്രിസ്ഥ, ത്രയീ ത്രിവർഗനിലയ ത്രിസ്ഥ. ത്രിപുരമാലിനി, ത്രി എന്നാണ്, തൃ എന്നല്ല, അതും ശ്രദ്ധിക്കുമല്ലോ. ത്രിപുരമാലിനി. പിന്നെ നിരാമയ, നിരാമയ ആമയങ്ങളില്ലാത്തവൾ, നിരാമയ, നിരാലംബ. സ്വാത്മാരാമ, സ്വാത്മാരാമ, സ്വ ആത്മാരാമ, സ്വാത്മാരാമ,
സുധാശ്രുതി. സുധാശ്രുതി, ശ്രുതി എന്ന് പറഞ്ഞാൽ സരിത്ത ഒഴുക്ക്, സുധയുടെ ഒഴുക്ക്, സുധാശ്രുതി. പിന്നീട് സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത എന്ന് ഒറ്റ നാമം മുറിയരുത്. സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. യജ്ഞപ്രിയ, പിന്നീട് യജ്ഞകർत्री, പിന്നീട് യജമാനസ്വരൂപിണി. യജമാനസ്വരൂപിണി, യജമാന സ്വരൂപിണി കൂടി ചേർന്നിട്ടാണ് യജമാനസ്വരൂപിണി എന്നാവുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെയും കൂടിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യപരായണ. അത് രണ്ട് തരത്തിൽ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു, അത് ഓർമ്മ വയ്ക്കുക. സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യപരായണ അല്ലെങ്കിൽ സാമരസ്യപരായണ, രണ്ടായാലും ശരിയാണ്. കപർദിനി കലാമാല കാമധുക്കാമരൂപിണി. കലാനിധി കാവ്യകലാരസജ്ഞാരസശേവധി. പുഷ്ടാ പുരാതനാ പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണ. പരഞ്ജ്യോതി പരംധാമ പരമാണു പരാത്പരാ. പാശഹസ്താ പാശഹന്ത്രി പരമന്ത്രവിഭേദിനി. മൂർത്താമൂർത്താ നിത്യതൃപ്ത മുനിമാനസഹംസിക. സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിനി സതി. ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാ ബുധാർച്ചിത. പ്രസവിത്രീ പ്രചണ്ഡാജ്ഞാ പ്രതിഷ്ഠാ പ്രകടാകൃതി. പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശത്പീഠരൂപിണി. വിശൃംഖലാ വിവിക്തസ്ഥാ വീരമാതാ വിയത്പ്രസൂഹു. മുകുന്ദാ മുക്തിനിലയാ മൂലവിഗ്രഹരൂപിണി. ഭാവജ്ഞാ ഭവരോഗഘ്നി ഭവചക്രപ്രവർത്തിനി. ഛന്ദസ്സാരാ ശാസ്ത്രസാരാ മന്ത്രസാരാ തലോദരി. ഉദാരകീർത്തിരുദ്ദാമവൈഭവാ വർണ്ണരൂപിണി. ഉദാരകീർത്തി എന്നും ഉദ്ദാമവൈഭവ എന്നും കൂടി ചേരുമ്പോഴാണ് ഉദാരകീർത്തിരുദ്ദാമവൈഭവ എന്ന് ആവുന്നത്, ശ്രദ്ധിക്കുക. ജന്മമൃത്യുജരാതപ്തജന വിശ്രാന്തിദായിനി. സർവോപനിഷദുദ്ഘുഷ്ടാ ശാന്ത്യതീത കലാത്മിക. ഗംഭീരാ ഗഗനാന്തസ്ഥാ ഗർവിതാ ഗാനലോലുപ. കൽപ്പനാരഹിതാ കാഷ്ഠാ കാന്താ കാന്താർദ്ധവിഗ്രഹ. കാര്യകാരണനിർമുക്ത കാമകേളിതരംഗിത. കനകതാടങ്കാലീലാ വിഗ്രഹധാരിണി. അജാക്ഷയവിനിർമുക്ത മുഗ്ധാ ക്ഷിപ്രപ്രസാദിനി. അന്തർമുഖസമാരാധ്യ ബഹിർമുഖസുദുർലഭ. ത്രയീ ത്രിവർഗനിലയാ ത്രിസ്ഥാ ത്രിപുരമാലിനി. നിരാമയാ നിരാലംബാ സ്വാത്മാ രാമാ സുധാശ്രുതി. സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. യജ്ഞപ്രിയാ യജ്ഞകർत्री യജമാനസ്വരൂപിണി. ഇനിയുള്ള ഭാഗം അടുത്ത ദിവസം കേൾക്കാം. നമസ്കാരം.